ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് LGയുടെ ഒരു LED ടിവിയെ പറ്റിയാണ്. അപ്പോൾ ഈ ടിവിയുടെ ഫീച്ചേഴ്സ് എന്താണ്, ഇതിനകത്ത് നമ്മുടെ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നൈഫ് ഉണ്ട്. അപ്പോൾ നൈഫ് വെച്ച് കട്ട് ചെയ്ത് ഇത് നമുക്ക് പൊട്ടിച്ച് തുറന്നു നോക്കാം. നമ്മൾ നൈഫ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് പുറമെ രണ്ട് കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഒന്ന്, ഇത് ടേബിൾ മൗണ്ട് ചെയ്യേണ്ട, ടേബിൾ നമ്മൾ വയ്ക്കേണ്ട സ്റ്റാൻഡാണ്, ടിവിയുടെ സ്റ്റാൻഡാണ്. മറ്റൊന്ന് ഇതിൻ്റെ നമ്മുടെ 2 പിൻ പവർ കോഡാണ്, ടിവിക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി 2 പിൻ പവർ കോഡ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് തെർമോക്കോൾ ഒക്കെ എടുക്കാം. അപ്പോൾ തെർമോക്കോളൊക്കെ മാറ്റിയിരിക്കുന്നു. നല്ലൊരു പാക്കിംഗ് ഇവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ടി വി മെല്ലെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ടി വി നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനിയുള്ളത് ടിവിയുടെ റിമോട്ട്, ടിവിയുടെ റിമോട്ടും അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനുവലും വാറണ്ടി കാർഡും കൂടെ അടങ്ങിയ ഒരു കിറ്റാണ്, ചെറിയൊരു കിറ്റാണ് ഇനിയുള്ളത്. അപ്പോൾ നമ്മൾ ടി വി മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി പ്രധാനമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ കമ്പനി പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ മോഡൽ നമ്പർ എന്ന് പറയുന്നത് 32LK53 എന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 20 വാട്ട്സിന്റെ ഔട്ട്പുട്ട് സൗണ്ട് പവറാണ് വരുന്നത്. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് സൗണ്ട്. ഇനി IPS പാനലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കിയാൽ പോലും ഒരേ ദൃശ്യ അനുഭവം ഉണ്ടാവുന്ന ഒന്നാണ് IPS പാനലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ക്വിക്ക് ആക്സസ് ആണ്. പിന്നെ ഗെയിംസ് അപ്ഗ്രേഡ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ടി വി ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയുള്ള സ്റ്റാൻഡിൻ്റെ സ്ക്രൂവും റിമോട്ടും ഒക്കെ ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇത് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതാണ് എൻ്റെ ഓപ്പറേഷൻ മാനുവൽ എന്ന് പറയുന്നത്. ഇതൊരു ഗൈഡാണ്, ഇതിനുണ്ട് ഗൈഡ്. പിന്നെ ഡെമോ ചെക്ക് ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റുണ്ട്. ഇത് കേബിൾ പിടിച്ച് കിട്ടേണ്ട കേബിൾ ടൈ ആണ്. പിന്നെ ഇത് LGയുടെ ഈ ടി വിയെ കുറിച്ചുള്ള വിശദങ്ങൾ നൽകുന്ന ഒരു പേപ്പർ. ഇനിയുള്ളതാണ് നമ്മുടെ റിമോട്ട്. ഇപ്പോൾ റിമോട്ട് നല്ലൊരു മോഡൽ ഉള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റിമോട്ട് മോഡലാണ്. പിന്നെ റിമോട്ടിന് ഇടേണ്ട ബാറ്ററി, 2 ബാറ്ററിയാണ്, പാനസോണിക്കിൻ്റെ ചെറിയ ബാറ്ററി. പിന്നെ ഉള്ളത് സ്ക്രൂ, ഇത് സ്റ്റാൻഡ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സ്ക്രൂ ആണ്. ഇത്രയാണ് ഈ ഒരു ചെറിയ കിറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയത്. നമുക്ക് കേബിളിൽ മൗണ്ട് ചെയ്യേണ്ട നമ്മുടെ 2 ലെഗുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലെഗുകൾ വെച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഇത് ടേബിളുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് 2 ബുഷിംഗ് ഉണ്ട്, അത് രണ്ടിലും കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്കിത് ഈ 2 ലെഗുകൾ നമുക്ക് ടി വിയിലോട്ട് ഉറപ്പിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ലെഗ് ഫിറ്റ് ചെയ്ത് നോക്കാം. ലെഗ് നമുക്ക് കയറുന്ന വിധത്തിൽ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കയറില്ല, നമ്മൾ കയറുന്ന വിധത്തിൽ വെച്ചാൽ മതി. അത് വളരെ എളുപ്പമാണ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ നമുക്കുള്ള 2 സ്ക്രൂ ഉണ്ടാകും. 2 സ്ക്രൂ എടുത്ത് വെച്ചിട്ട് സ്റ്റാർ ഹെഡ് സ്ക്രൂ ആണ്. അപ്പോൾ അത് പതിയെ അപ്പോൾ നമ്മൾ ലെഗെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടി വിയുടെ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ പവർ ബട്ടൺ, അതെന്ന് പറയുന്ന അടിഭാഗത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ പവർ ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് LG എന്ന് എഴുതിയ കറക്റ്റ് അതിൻ്റെ അടിഭാഗത്തായിട്ടാണ് കാണുന്നത്. വളരെ മനോഹരമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. വളരെ മനോഹരമാണ് ഈ പവർ ബട്ടൺ എന്ന് പറയുന്നത്. പ്രസ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബട്ടണാണ്. അതുപോലെ തന്നെ 2 സ്പീക്കർ, നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്പുട്ട് സൗണ്ട് എന്ന് പറയുന്നത് 20 വാട്ട്സ് ആണ്. അപ്പോൾ 20 വാട്ട്സിൻ്റെ 2 സ്പീക്കർ, 20 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന 2 സ്പീക്കർ 2 സൈഡിലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പുറകു വശത്തോട്ട് പോകാനാണെങ്കിൽ ആദ്യം പവർ കോഡ് കൊടുക്കേണ്ട ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പവർ കോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. പവർ കോഡ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് കേട്ടോ. അതിന്റെ ഡിസൈനൊക്കെ പരമാവധി നല്ല രീതിയിൽ ഡിസൈൻ കൊണ്ടുവരാൻ LG ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത് പരിചയമില്ലാത്ത മോഡലിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 പിൻ പ്ലഗ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടാണ് അവർ വലിയ ഡിസൈൻ ചെയ്ത് പുതിയ മോഡലിലാണ് അവർ ഇറക്കിയിട്ടുള്ളത്.
അപ്പോൾ ഇനി കുറച്ച് ബാക്കിൽ അപ്പുറത്തെ വശത്ത് മറുസൈഡിലാണെങ്കിൽ വരുന്നത് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒന്നാമത്തെ നമ്മുടെ ആന്റിനയൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു ജാക്കാണ്. പിന്നെ വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ആഡിയോ ഔട്ട്പുട്ടാണ്. പിന്നെ നമ്മുടെ ആക്സും അതേപോലെ ഹെഡ്സെറ്റ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ജാക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് AV കണക്ഷൻസ് ആണ്. പിന്നെ ഇത് HDMI 2 ആണ്. 2 HDMI ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ സൈഡിലായിട്ട് ഒരു USB പോർട്ട് മാത്രമാണ് ഈ ടി വിയിലുള്ളത്. പിന്നെ ഉള്ളത് 2 HDMI പോർട്ട് ഉണ്ട്. ഒന്ന് ഈ സൈഡിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതേപോലെ ഒന്ന് ബാക്കിലുമായിട്ടാണ്. അപ്പോൾ 2 HDMI പോർട്ടും ഒരു USB പോർട്ടുമാണ് ഇതിലുള്ളത്. പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വാളിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഹോൾസും ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങിക്കുമ്പോൾ തന്നെ ഈ ഒരു വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഡിവൈസും കൂടെ നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ TV ഒക്കെ നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ റിമോട്ട് ഉണ്ട്, അത് വെച്ച് നമുക്ക് TV ഓൺ ആക്കി വെക്കാം. അതാ TV ഓൺ ആയിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് TV ഓൺ ആക്കുമ്പോൾ ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ലാംഗ്വേജ് നമുക്ക് അറിയാം, ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷിലേക്ക് കുറേ ലാംഗ്വേജ് ഉണ്ട്, അപ്പോൾ അത് ഏതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷാണ്, നമ്മൾ ഇംഗ്ലീഷ് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ചോദിക്കുന്ന ബ്രോഡ്കാസ്റ്റ് കൺട്രിയാണ്, അപ്പോൾ നമ്മൾ ഇന്ത്യയാണ്, അപ്പോൾ ഇന്ത്യ ഓക്കെ കൊടുക്കുക. ഇനിയുള്ളത് മോഡ് സെറ്റിംഗ് ആണ്. നമ്മൾ ഹോം യൂസ് ആണ് ഉപയോഗിക്കുന്നത്, ഹോം യൂസ് ചെയ്യാൻ നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി പവർ ഇൻഡിക്കേറ്റർ ആണ്, നമുക്ക് സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഓൺ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ കൊടുക്കാം. ഓട്ടോ ട്യൂണിംഗ് ആണ് വന്നിട്ടുള്ളത്. ബിഫോർ സ്റ്റാർട്ടിംഗ് ബി ഷുവർ ദാറ്റ് TV ആന്റിന ഈസ് കണക്റ്റഡ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആന്റിന കണക്ട് ചെയ്യുന്ന ഉറപ്പ് വരും. അപ്പോൾ TV എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ സെറ്റ് ഓഫ് ബോക്സ് ആണ് ഇത് കൊടുത്തിട്ടുള്ള, ആന്റിന അല്ല. സോ അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ട്യൂൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ആന്റിന ആൾറെഡി ഇൻപുട്ട് ആയിട്ട് ഇത് കിടക്കുന്നത്, അപ്പോൾ നമ്മൾ അത് മാറ്റണം. ഇൻപുട്ട് നമുക്ക് HDMI ആക്കണം. നമ്മൾ HDMI പോർട്ട് 2 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ HDMI പോർട്ട് 2 നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു ഇൻപുട്ട് ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ട് റിമോട്ട് ഉണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം TV-യിൽ ഇങ്ങനെ ഒരു ഇത് വരും, HDMI 2 ആന്റിന, HDMI 1 കമ്പോണന്റ്, AV USB എന്ന് പറയുന്ന ഇതിൽ ഇൻപുട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ HDMI 2 നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക. HDMI 2 സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്ത കാര്യം വന്നു കഴിഞ്ഞു.